ഹലോ ഫ്രണ്ട്സ്, അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാട്ടോ. ഇതിപ്പം അധികം ചാറൊന്നുമില്ല, നല്ല പെരളനായിട്ടിരിക്കുന്ന കൂട്ടൊരു ചിക്കൻ കറി. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. ആദ്യം ചിക്കൻ നല്ല വൃത്തിയായി കഴുകി വെക്കുക. സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും തക്കാളിയും നല്ലപോലെ കുനുകുനാ അരിഞ്ഞെടുക്കണേ. ചോപ്പറിൽ അരിയുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഞാനിതെല്ലാം ഒരുമിച്ചാണ് ഇടുന്നത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടാറില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ഇടാറുള്ളത്. എല്ലാം ഒരുപോലെ നല്ല അടിപൊളിയായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. സബോള ഇട്ട് തക്കാളിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുവാണ്. നന്നായിട്ട് വഴറ്റി നല്ലപോലെ വഴന്ന് കിട്ടണം. നല്ലപോലെ വഴന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ പാകമായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ചില കറികളിലൊക്കെ ചിക്കൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ഇടുന്നതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കുകയില്ലേ, അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് വളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളിക്കത്തില്ല, കറി അത്യാവശ്യം ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം ഉരുളക്കിഴങ്ങും. ഇപ്പം നല്ല പാകമായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി ഇടാവേ. ഞാൻ ചിക്കൻ മസാലയല്ല കേട്ടോ ഇടുന്നത്, ഞാൻ ഇടുന്നത് മീറ്റ് മസാലയാണ്. ഞാൻ ചിക്കൻ കറിക്ക് മീറ്റ് മസാലയേ ഇടാറുള്ളൂ. മീറ്റ് മസാലയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് നമുക്ക് കരിയാതെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. നന്നായിട്ട് വഴറ്റി വന്ന് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, ചിക്കൻ കറിക്കുള്ളത്. നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ തിരക്കിയിട്ട് കൊടുക്കാവേ. നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ആ ഒരു വെളുമണമൊക്കെ മാറിക്കിട്ടും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. നന്നായിട്ട് മസാലയെല്ലാം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ ഒരുപാടൊന്നും വെള്ളം ഒഴിക്കുന്നില്ല, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങേണ്ടി കാരണം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഇതിൽ കൂടുതൽ ഒഴിക്കണ്ട. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അതിനകത്ത് അവസാനം ഇടാനുള്ള കുറച്ച് മസാലപ്പൊടി നമുക്ക് ഉണ്ടാക്കാം. അതിന് കറുവപ്പട്ട, പെരുംജീരകം, ഏലക്കയും മാത്രം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാതെ അത് നന്നായിട്ട് വെന്ത് അത്യാവശ്യം കുറുകി വന്ന കറിയിലോട്ട് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കാം. നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.